അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കാനുണ്ട് സ്മൃതി. ഇത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പോലീസ് ആസൂത്രിതമായി സംയമനം പാലിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചിയിലും ആസൂത്രിതമായ സംയമനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ സംഘർഷം മണിക്കൂറുകളോളം കാണിച്ചതാണ്. സാധാരണഗതിയിൽ പോലീസ് അതിൻ്റെ ഒരു ക്ഷമയുടെ നെല്ലിപ്പടി തകർക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അടി കൊടുത്തു പോകാറുണ്ട്. പക്ഷേ ഇന്നെന്തായാലും പോലീസ് ആ നിലയിൽ, അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഭരണത്തിലിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ നിലയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു ആസൂത്രിത സംയമനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി ഒരു പരിധിവരെ എന്ന് കരുതുന്ന ആൾ കൂടിയാണ് ഞാൻ. പക്ഷെ ഞാൻ കെ സുധാകരൻ്റെ കാര്യത്തിലേക്ക് തിരികെ പോയാൽ അതെങ്ങനെ ആയിരിക്കാം വരുന്ന ദിവസങ്ങളിലൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഉരുണ്ടു കൂടുക എന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ നിലയിൽ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഇന്നിപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ സുധാകരനെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണ് എന്ന് സംശയമുണ്ട്. കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ നേരത്തെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ഒരു യാത്ര നിശ്ചയിച്ചിരുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ VD സതീശനെയും ചേർത്തിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ട്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സാർത്ഥം. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു താൽക്കാലിക പ്രസിഡന്റ് ഇല്ല, 2 ആഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് താൽക്കാലിക പ്രസിഡന്റ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഈ കെ സുധാകരൻ ഈ കേരള യാത്രയൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ വീണിട്ടും സംഘപരിവാർ വിഷയത്തിൽ അദ്ദേഹം തുടർച്ചയായി കൺസിസ്റ്റൻ്റായ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെ അല്ല ആശങ്കപ്പെടുത്തുന്നുണ്ടാവുക, കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിനെ ആയിരിക്കും, കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളെ ആയിരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വലിയ നിലയിൽ ആലോചന നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും കെ സുധാകരൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണോ കെ സുധാകരനെ? അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്നുണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത് എന്നുള്ള വിഷയമുണ്ട്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തന്നെയാണ് KPC പ്രസിഡന്റ് എങ്കിൽ UDF ഏതെങ്കിലും തരത്തിൽ ഒരു മുൻതൂക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തൻ്റെ വിജയം എന്ന നിലയിൽ കെ സുധാകരൻ ചിത്രീകരിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരൻ്റെ ഈ രാഷ്ട്രീയവും വെച്ചായിരിക്കുമോ UDF മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ. ഈ കെ സുധാകരൻ്റെ കാര്യത്തിനകത്തൊരു കാര്യം ഞാൻ കൂടി പറയാം. കെ സുധാകരൻ്റെ കാര്യത്തിൽ കെ സുധാകരൻ്റെ കേരള യാത്ര എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട, ആ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ അത് വളരെ ഡാമേജിങ് ആയിരിക്കും. ഈ രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നതെങ്കിൽ അത് കോൺഗ്രസിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യാൻ പോവുക. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടായാൽ ആ ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തിലായിരിക്കും VD സതീശനെ കൂടി ഈ ജാഥയിലേക്ക് ചേർത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും അതെ, കാരണം വെച്ചാൽ VD സതീശനെ പോലുള്ള ആൾ കൂടെ ഇല്ല എങ്കിൽ എന്താണ് കെ സുധാകരൻ പറയുക എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ആ പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ അതിനൊരു ന്യായം പറയുന്നത് ഇവർ രണ്ടാളും കൂടി ഈ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഭേദപ്പെട്ട രീതിയിൽ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല കോമ്പിനേഷൻ ആണെന്നും അതുകൊണ്ട് അവർ തന്നെ ഒരുമിച്ച് നിന്ന് ഈ യാത്ര സംഘടിപ്പിക്കട്ടെ എന്നുമാണ് ഒരു വിശദീകരണം വരുന്നെങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാമല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനാണ് ഈ ജാഥ നയിക്കുന്നതെങ്കിൽ ഉണ്ടാകാം ഓരോ ദിവസവും ഡാമേജ് കൺട്രോൾ നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, എന്താണ് കെ സുധാകരന് സംഘപരിവാറുമായുള്ള കടപ്പാട് എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ കേരളത്തിന് ഉണ്ടാകേണ്ടത് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അത് കണ്ണൂരിൽ എന്തെങ്കിലും തരത്തിലുള്ള ലാഭം സംഘപരിവാറിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിലൊക്കെ ഉള്ളതാണല്ലോ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ആ കടപ്പാടുകൾ അദ്ദേഹം ഇനി ആവർത്തിക്കൊണ്ടുണ്ട്. ഈ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഉച്ചത്തിൽ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ. അപ്പോൾ ആ ഒരു ഇതുവരെ കെ സുധാകരൻ RSSനെയോ BJPനെയോ തള്ളി പറഞ്ഞിട്ടില്ല. ഇതുവരെ RSS BJP തള്ളി പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴും ഒരു തൊട്ട് തലോടി ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ്. കാരണം അത് പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് അത്
പറയാം കേട്ടോ, അതിനകത്ത് ആട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ RSS സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത് അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകേണ്ടത് കൊണ്ടാകാം. കാരണം വെച്ചാൽ കണ്ണൂരിൽ വിജയിച്ച് വരുമ്പോഴത്തേക്കും കണ്ണൂർ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു വലിയ ശതമാനം പിന്നെ ഒരു നല്ലൊരു ശതമാനം വോട്ട് BJPക്കും ഉണ്ട്. അവിടെ ജയിച്ചു വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടോ, അവിടുന്ന് ഈ വോട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ, അതിൻ്റെ ഒരു കടപ്പാട് അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു കോൺസ്റ്റിറ്റ്യുവൻസിയുമായി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മൊത്തം സംസ്ഥാനത്ത് കോൺഗ്രസെയും എന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഒരു കടപ്പാട് കൊണ്ട് അദ്ദേഹം നടത്തേണ്ട ഒരു അവസരമല്ല. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ് കേരള യാത്ര നടത്തുന്നതെങ്കിൽ വളരെ അപകടത്തിലേക്കായിരിക്കും കേരള യാത്രയും കോൺഗ്രസും പോവുക എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശനെ കൂടി ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ്. ആ ബോധ്യം ആ പാർട്ടിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഈ VD സതീശനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം പറയാം. ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രതിച്ഛായയുള്ള നേതാവാണ്. അതായത് പ്രതിച്ഛായ ദോഷം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ VD സതീശൻ്റെ, കാരണം നമ്മൾ 3-4 ഇലക്ഷൻ VD സതീശൻ നടത്തുന്നത് കണ്ടതാണല്ലോ. ഇപ്പോൾ പുതുപ്പള്ളി ഇലക്ഷൻ ആണെങ്കിലും തൃക്കാക്കര ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ VD സതീശൻ്റെ ഒരു സംഘടനാ സംവിധാനം ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ കഴിവുള്ള ആളും പ്രതിച്ഛായ മോശമില്ലാത്ത ഒരാളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ ഈ പറയുന്ന പാളിച്ചകൾ പൊതുവായി വരാറില്ല. ഒരു സ്ഥലത്തും ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായാലും നിയമസഭയിലെ പ്രകടനങ്ങളായാലും ഒന്നും VD സതീശൻ്റെ ഭാഗത്തൊന്നും പാളിച്ചകൾ പറ്റാറില്ല. അത് ആ ലെവലിൽ നോക്കുമ്പോൾ ആരാണ് സുധാകരൻ 100% പാളിച്ചയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തെ പ്രശ്നത്തിലാക്കുന്നത്. വേറെ ആരും ഉണ്ടാകുന്ന ആരോപണങ്ങളല്ല അദ്ദേഹത്തെ ഇന്ന് വരെ പ്രശ്നത്തിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിനെ പ്രശ്നത്തിലാക്കി, അദ്ദേഹത്തെ മാത്രമല്ലല്ലോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് VD സതീശനെ പോലെ ഒരാൾ പിന്നെ ഈ പറയുന്ന യാത്രയിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സുധാകരൻ്റെ കൂടെ വേണം എന്നുള്ളത് ഒരു കരുതി വരെ കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ യാത്ര വന്നവരായിരിക്കില്ല. 100% പ്രശ്നങ്ങളോടുകൂടി ആയിരിക്കും. ഓരോ ദിവസം രാവിലെ പറയും, വൈകുന്നേരം തിരുത്തി പറയും. അതായിരിക്കും പിറ്റേ ദിവസം ചർച്ച, അല്ലാതെ യാത്രയായിരിക്കില്ല. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.